ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടാറ്റ ഹാരിയർ ഡോട്ട് ഇ വി എന്നാണ്. ടാറ്റ അവരുടെ ഏറ്റവും പുതിയ ഹാരിയർ ഡോട്ട് ഇ വി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സും റേഞ്ചും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടാറ്റ ഹാരിയർ ഡോട്ട് ഇ വിയുടെ ഏറ്റവും നല്ല ഫീച്ചർ എന്ന് പറയുന്നത് QWD എന്ന് പറയുന്ന ഫീച്ചറാണ്. അതായത് ക്യൂഡ് വീൽ ഡ്രൈവ് സിസ്റ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി അതൊരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം തന്നെയാണ്. അതായത് ഒരു വണ്ടി ഓഫ് റോഡ് എബിലിറ്റിയെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം എന്ന് പറയുന്നത്. വണ്ടി കാർ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഉള്ള വണ്ടികൾ ഇല്ലായിരുന്നു. അതിലേക്കൊരു കുതിച്ചുചാട്ടമാണ് ഹാരിയർ ഡോട്ട് ഇ വി നടത്തിയിരിക്കുന്നത് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റമായി. വണ്ടിയുടെ പവർ ഫിഗർ എടുക്കുകയാണെങ്കിൽ 400 BHP ആണ് വണ്ടിയുടെ പവർ വരുന്നത്. 400 BHP ആണ് വണ്ടിയുടെ പവർ വരുന്നത്. വണ്ടിയുടെ മാക്സിമം ടോർക്ക് വരുന്നത് 504 Nm ടോർക്കാണ് വരുന്നത്. വണ്ടി 0-100 അടിക്കുമ്പോൾ 6.3 സെക്കൻഡ്സ് മതി. 6.3 സെക്കൻഡ്സ് കൊണ്ട് വണ്ടി 0-100 അടിച്ചിരിക്കും. വണ്ടിയുടെ ബൂട്ട് സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 502 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നത്. ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് ഫ്രണ്ട് സ്പേസ് വരുന്നത് 67 ലിറ്റർ ആണ് ഫ്രണ്ട് സ്പേസ് വരുന്നത്. പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് വണ്ടിയുടെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റമാണ്. 14.5 ഇഞ്ച് വരുന്നത്. ഒരു സാംസങ്ങിൻ്റെ നിയോ QLED സിസ്റ്റമാണ് വരുന്നത്. ബെസ്റ്റ് സിസ്റ്റം എന്നാണ് ടാറ്റ അതിനെ പറയുന്നത്. സാംസങ്ങിനെ നമുക്ക് മോശമല്ലാന്ന് നമുക്ക് തീരുമാനിക്കാം, നല്ലൊരു സിസ്റ്റം ആയിരിക്കാം. നമ്മൾ അടുത്ത ടോപ്പിൽ നമ്മൾ വണ്ടിക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. സാധാരണ കാറുകൾക്കെല്ലാം 360 ഡിഗ്രി ക്യാമറകളുണ്ട്, പക്ഷേ ഇതിൻ്റെ ക്യാമറ അങ്ങനെയല്ല. ഇത് 514 സറൗണ്ടിങ് വ്യൂ ക്യാമറയാണ് വരുന്നത്. അതായത് 540 ഡിഗ്രി സറൗണ്ടിങ് വ്യൂ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡ് ഒരു വണ്ടി കയറുന്ന സമയത്ത് എല്ലാ സൈഡും ഡ്രൈവർക്ക് കണ്ട് മനസ്സിലാക്കി വണ്ടി മൂവ് ചെയ്യാനുള്ളൊരു കഴിവ്, ഒരു ഹെൽപ്പ് ഈ ക്യാമറ നൽകുന്നുണ്ട് ഡ്രൈവർക്ക്. പിന്നെ വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ HD റിയർ വ്യൂ മിറർ വിത്ത് DVR ഇൻബിൽട്ട് വരുന്നുണ്ട്. അതായത് റിയർ വ്യൂ മിററില്ലാതെ തന്നെ ഒരു DVR വരുന്നുണ്ട്, അതായത് ഡാഷ് ക്യാം വരുന്നുണ്ട്. അത് ഇൻബിൽട്ടായിട്ട് ഷോറൂമിൽ നിന്ന് തന്നെ വണ്ടി കമ്പനിയിൽ നിന്ന് അത് തന്നെ വെച്ച് തരുന്നതായിരിക്കും. പിന്നെ വണ്ടി എടുത്തു പറയുന്നത് സ്പീക്കർ ക്വാളിറ്റി. ഡോൾബി അറ്റ്മോസിൻ്റെ 10 സ്പീക്കറാണ് സൗണ്ട് സിസ്റ്റം ആയിട്ടാണ് വരുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ 10 സ്പീക്കറാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ ഡ്രൈവ് പേ എന്ന് പറയുന്ന ഫീച്ചറുണ്ട്. അതായത് നമ്മൾ ഇലക്ട്രിക് കാറുകളുടെ ഒരു പ്രശ്നമാണ്, നമ്മൾ ഈ ചെന്ന് ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവർക്ക് കാശ് ഇട്ട് കൊടുത്ത് അങ്ങനെ കൊടുക്കുന്ന പരിപാടി. പക്ഷേ ഈ ഡ്രൈവ് പേ എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഇൻഫോടൈം സിസ്റ്റത്തിനകത്ത് തന്നെ നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ പൈസ നിറച്ചിട്ടേക്കുക. അപ്പോൾ ആ പൈസ നമ്മൾ ചാർജിങ് ചെയ്യുന്ന ഏത് സ്റ്റേഷനിലോട്ടാണ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അത് നമ്മൾ ഫോണിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ബേസിക്കലി ഡ്രൈവ് പേ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ യൂസ്ഫുൾ ഫീച്ചറാണ് ആക്ച്വലി. പിന്നെ വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അഡാസ് ലെവൽ 2 പോരാതെ വണ്ടിക്കകത്ത് ഓട്ടോമാറ്റിക് പാർക്കിംഗ് വരുന്നുണ്ട്. ഓട്ടോ പാർക്കിംഗ് ഫീച്ചർ വരുന്നുണ്ട്. ഓട്ടോ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ സെൽഫ് പാർക്കിംഗ്, അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ കീ മാറിയിട്ടുണ്ട്. 11 സ്മാർട്ട് കീ ഫങ്ഷനാണ് വരുന്നത്. അതായത് 11 ഫങ്ഷൻസ് സ്മാർട്ട് കീ ആണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ കൂടെ ഒരു NFC കാർഡും വരുന്നുണ്ട്. NFC കാർഡ് കൊണ്ട് നമുക്ക് അൺലോക്ക് ചെയ്യാം, ലോക്ക് ചെയ്യാം. അതൊക്കെയാണ് നമ്മളതിൻ്റെ ഉപയോഗം NFC കാർഡ് കൊണ്ടുള്ളത്. അതൊക്കെ ഒരു യുണീക്ക് ഫീച്ചറാണ് ആക്ച്വലി. പിന്നെ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഒരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് വണ്ടിയുടെ ബാറ്ററിയുടെ വാറണ്ടി. ലൈഫ് ടൈം വാറണ്ടിയാണ് ബാറ്ററി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി കൊണ്ട് വിശദമായി നമ്മൾ ബോധേടാവേണ്ട കാര്യമേ ഇല്ല. ലൈഫ് ടൈം വാറണ്ടിയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്, വണ്ടിയുടെ ബാറ്ററിക്ക് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, വണ്ടിക്കല്ല ബാറ്ററിക്കാണ് ലൈഫ് ടൈം വാറണ്ടി. ഓക്കെ, അടുത്ത നമ്മൾ ബാറ്ററിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 75 KW ഒരു ബാറ്ററി ഉണ്ട്, 65 KW ഒരു ബാറ്ററി ഉണ്ട്. 75 KW ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് 120 kWh ഒരു ചാർജറുണ്ട്. ആ ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം ടാറ്റ എടുത്തിട്ട് 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 250 km റൺ ചെയ്യാനുള്ള ചാർജർ ഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് 120 KW ചാർജറിൽ. പിന്നെ ഹോം ചാർജിങ് വരുന്നുണ്ട്. ഹോം ചാർജിങ് വരുമ്പോഴത്തേക്ക് 7.2 kV ആണ് ചാർജ് വരുന്നത്. ഹോം ചാർജ് വരുമ്പോഴത്തേക്ക് 7.2 kV ആണ് ചാർജ് വരുന്നത്. പിന്നെ ചാർജർ 120 വെച്ച് 20 to 80% ആക്കാൻ ഒരു 25 മിനിറ്റ്സ് മതി വണ്ടിക്ക്.
അതായത് 120 കിലോ വാട്ട് ചാർജറിൽ വണ്ടി 20 to 80% ആക്കാൻ 25 മിനിറ്റ്സ് മതി. പിന്നെ വണ്ടിയുടെ മോഡൽസ് നോക്കുകയാണെങ്കിൽ 3 വേരിയൻ്റാണ് വരുന്നത്: അഡ്വഞ്ചർ, ഫിയർലെസ്, എംപവേർഡ്. ഇതിൻ്റെ അഡ്വഞ്ചർ എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസാണ് അവരിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അത് ബേസ് മോഡലാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 21.49 lakhs ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ആ പ്രൈസിന് എനിക്ക് തോന്നുന്നൊരു ഓൺ റോഡ് പ്രൈസ് ഏകദേശം വരുമ്പോഴത്തേക്ക് 25 lakhs എന്തായാലും ഓൺ റോഡ് പ്രൈസ് വരുമായിരിക്കും. ഇനി ഏറ്റവും ടോപ്പിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 33 lakh വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം പ്രൈസ്. ശ്രദ്ധിക്കുക, അതൊരു എക്സ്പെക്റ്റിംഗ് പ്രൈസാണ്. ഒരു എക്സ്പെക്റ്റിംഗ് പ്രൈസാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഒരു 33 lakhs നമുക്കൊരു ഹാരിയർ 2T ഫുൾ ഓപ്ഷൻ പിന്നെ നോക്കണം. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. സേ ബൈ.